അവിടെ നിന്ന് അടുത്തിറങ്ങിയാൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച് വീക്ഷണം എന്തായിരുന്നു? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള വീക്ഷണം 1945 വരെ ഇംഗ്ലീഷുകാർക്ക് അറിയാമായിരുന്നു. ഇറ്റ് ഈസ് എ മെഷീൻ. ഹ്യൂമൻ ബോഡി ഈസ് നത്തിങ് ബട്ട് എ മെഷീൻ. അതൊരു മെഷീനാണ്. കൈ ഉയർത്താൻ പറഞ്ഞാൽ കൈ ഉയർത്തും, കാലുയർത്താൻ പറഞ്ഞാൽ കാലുയർത്തും. അറിയാതെ അവര് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇപ്പുറത്തൊരു പേര് കൂടിയുണ്ട്, മെസഞ്ചർ RNA, മെസഞ്ചർ DNA. ഒരു സൂപ്പർ ബയോകെമിസ്ട്രി സയന്റിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു ഞാൻ, ഈ മെസഞ്ചർ RNA ആരുടെ മെസഞ്ചറാ? ആരുടെ മെസ്സേജാ ഇത് കൊണ്ട് നടക്കുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മെസഞ്ചറിന് മാത്രമേ അറിയുള്ളൂ. ഈ കൊണ്ട് നടക്കുന്ന മെസ്സേജ് ഈശ്വരന്റെയാ. ജഗതീശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നീ ഇന്നതെല്ലാം ആണെന്ന് പറഞ്ഞ് സൃഷ്ടിച്ച ആ മെസ്സേജ് ചെറിയ കുട്ടി നിലത്തിടയുന്നത് മുതൽക്ക് ചുട്ടയിൽ നിന്ന് ചുടല വരെ എത്തുമ്പോൾ അവനിലുണ്ടാകേണ്ട എല്ലാ ഗുണദോഷങ്ങളും, ചിലപ്പോ MLA ആവും, ചിലപ്പോ മന്ത്രിയാവും, ചിലപ്പോ ഇവരുടെ എല്ലാം കീഴില് നിരന്തരം ദുരിതം അനുഭവിക്കേണ്ട സൂപ്പർ IAS-കാരനാവും, ചിലപ്പോ ഇതൊന്നുമില്ലാതെ അവനവനെ പോലും ചികിത്സിക്കാൻ പറ്റാത്ത ഡോക്ടറാവും. ഇങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരായി മാറാൻ വേണ്ടിയിട്ട് DNA-യും RNA-യും എഴുതി വിട്ടിട്ടുണ്ട്. ദ മെസഞ്ചർ, ദാറ്റ് ഈസ് ദ ഗോഡ്, ദ ആൾമൈറ്റി, ദ നേച്ചർ, ദ പവർഫുൾ തിങ് ബിഹൈൻഡ് ദാറ്റ് ഈസ് വർക്കിംഗ് ഫോർ ദാറ്റ്. അതാണ് ബയോകെമിസ്ട്രി ഭാരതീയര് പറഞ്ഞിരുന്നത്. അങ്ങനെ ശരീരത്തെക്കുറിച്ച് നോക്കുമ്പോൾ 1945 വരെ ശരീരം ഒരു മെഷീനായിരുന്നു. പക്ഷെ ഭാരതത്തിൽ അതായിരുന്നില്ല. ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത് ആധാര ആധേയഭാവേന തപ്താജ്യാഘടയോരിവ. ശരീരവും മനസ്സും പരസ്പരം സമഗ്രമായി ചേർന്നിരിക്കുന്ന അവാച്യമായൊരു പ്രത്യേക രൂപമാണ് മനുഷ്യൻ. മനസ്സിനേൽക്കുന്ന ഏതാഘാതവും ശരീരത്തെയും, ശരീരത്തിനേൽക്കുന്ന ഏതാഘാതവും മനസ്സിനെയും ബാധിക്കും. മറിച്ചാണെങ്കിൽ മനസ്സിന് സന്തോഷമാണെങ്കിൽ ശരീരത്തിനും, ശരീരത്തിന് സന്തോഷമാണെങ്കിൽ മനസ്സിനെയും അത് സ്വാധീനിക്കുമെന്ന് പറയുന്ന സിദ്ധാന്തം സുശ്രുതൻ BC 700 എഴുതിയതാണ്. കുറച്ചും കൂടി പുറകോട്ട് പോകണമെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ BC 2000 ആണെന്ന് തോന്നിയാൽ തെറ്റൊന്നുമില്ല. ആ ഭാഷയാ സുശ്രുതൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും ഉജ്ജ്വലമായ ആ സിദ്ധാന്തം 1993 വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ദീപക് ചോപ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ഡോക്ടർമാര് പരീക്ഷണത്തിന് വിധേയമാക്കി. ശരീരവും മനസ്സും പരസ്പരം യോജിച്ചാണ് ഇരിക്കുന്നത് എങ്കിൽ ശരീരത്തിനേൽക്കുന്ന ആഘാതം മനസ്സിനും, മനസ്സിനേൽക്കുന്നത് ശരീരത്തിനും ഏൽക്കുന്നു എങ്കിൽ ശരീരത്തെ ചികിത്സിക്കേണ്ട സ്ഥാനത്ത് മനസ്സിനെ ചികിത്സിച്ചാൽ ശരീരം ഭേദമാകുമോ? ഇതായിരുന്നു 1993 6 വർഷം മുമ്പ് ഡോക്ടർ ദീപക് ചോപ്ര നടത്തിയത്. ആ പരീക്ഷണം മുഴുവനും നടത്തിയത് ആരിലായിരുന്നു എന്നറിയാമോ? ക്വാണ്ടം ഹീലിംഗ് എന്ന ഉജ്ജ്വലമായ ആ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ച് നടത്തിച്ചത് 2000-ഓളം വരുന്ന എയ്ഡ്സ് രോഗികളും ക്യാൻസർ രോഗികളും ഹാർട്ട് രോഗികളിലുമായിരുന്നു. 3 വിഭാഗം. ആ 3 വിഭാഗത്തിനും അത്യന്താധുനിക ശാസ്ത്രം എഴുതിക്കൊടുത്ത ആയുസ് 8 ദിവസം മുതൽക്ക് 24 ദിവസം വരെ ഈ രോഗികൾ ജീവിക്കും, അതിനിടയ്ക്ക് മരിച്ചു പോകുമെന്നായിരുന്നു. അങ്ങനെ 24 25 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് ആധുനിക ശാസ്ത്രം മുദ്രപത്രത്തിൽ എഴുതിക്കൊടുത്ത രോഗികളെ വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടർഗ്രൗണ്ടിലെ ഒരു വലിയ ഹാളില് നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. ഇവിടത്തെ തിരുമേനിമാർ എഴുന്നേൽക്കുന്നത് പോലെ കുളിക്കണം. ആരും ഹിന്ദുക്കളല്ല, ആർക്കും യജ്ഞോപവീതവും ഇല്ല, ആരും ജാതി വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും വൈറ്റാണ്. അമേരിക്കക്കാരായ ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഒരു പ്രത്യേകത മാത്രം, ക്രിസ്തുവിൽ വിശ്വാസം ഇല്ല. അങ്ങനെയുള്ള ആ വൻ സമൂഹത്തെ അവിടെ നിർത്തിക്കൊണ്ട് ഭഗവത്ഗീതയുടെ മന്ത്രം ചൊല്ലും, ഓംകാരം ചൊല്ലും, തലയ്ക്ക് കൈവച്ച് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും.
മനസ്സിനോട് പറയും നിങ്ങളുടെ ശരീരത്തെ ചികിത്സിപ്പിക്കുക. ആ മനസ്സത് ഏറ്റുപറഞ്ഞു. ശുശ്രുതന്റെ വരി, അപ്ലൈഡ് സയൻസ് ഇൻ ദിസ് ഡിക്കേഡ് ഇൻ വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ ദീപക് ചോപ്ര പ്ലസ് 6 ഇസ്രായേൽ ഡോക്ടേഴ്സ്. ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചികിത്സിച്ച പലരും 7ഉം 8ഉം വർഷം കഴിഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ക്വാണ്ടം ഹീലിംഗ് ഈസ് ദ മെഡിക്കൽ സിസ്റ്റം ഓഫ് 21st century. ഈ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സുകൃതം എന്ന സിനിമ കാണുക. സുകൃതം എന്ന സിനിമയുടെ തീം ക്വാണ്ടം ഹീലിംഗ് ആണ്.